ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. വളരെ ഈസി ആയിട്ടും അതുപോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാനും പിന്നെ അതുപോലെ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് ഈ ട്രാൻസ്പാരൻറ്റ് ടൈപ്പ് ബോട്ടിൽ തന്നെ നോക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറ് ആക്രിലിക് പെയിൻ്റ് ആണ്. പിന്നെ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബോട്ടിലിൻ്റെ ഒരു പകുതിയിൽ നിന്ന് താഴോട്ടായിട്ട് ഇങ്ങനെ ഒരു കട്ടിയിലൊരു ലൈന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് ചെറുതായിട്ടൊരു വേവ്സ് പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനല്ല, ഒരു വേവ്സ് പോലെ ഇങ്ങനെ ആ ഒരു ലൈനിൻ്റെ മേലായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ട് അതൊരു ട്രയാങ്കിൾ പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ ബ്ലാക്ക് കളറ് പെയിൻറ്റ് തന്നെ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സീനറിയുടെ ഒരു തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടാവില്ല, ആ ഒരു രീതിയിൽ ഒരു ഷെയ്ഡ് പോലെയാണിത്, ആ ഒരു രീതിയിലൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സീനറി ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് വ്യൂ ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് കളർ വെച്ചിട്ട് അങ്ങനെ കുഞ്ഞു ചെടികളും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ചിങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മളിങ്ങനെ കുറച്ച് പുല്ലുകളുടെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്ന രീതിയിലൊന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 2 കുന്നുകളും പിന്നെ അതുപോലെ താഴ്വരയും ആ ഒരു രീതിയിലുള്ള ഒരു ഡാർക്ക് മോഡലുള്ള ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊരു ട്രീ ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. ആ ഒരു ദൂരെ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ ട്രീ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഒരുപാട് അതിൽ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ 1-2 ലൈനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ വരച്ചു കൊടുത്തിട്ട് നമ്മളൊരു ട്രീ ഒക്കെ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിന് ലീഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ നല്ല ലീഫിൻ്റെ നല്ല ഷേപ്പിലൊന്നും വേണമെന്നില്ല, നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡോട്ടുകളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആണ്, ഡാർക്ക് വ്യൂ ആണല്ലോ. അപ്പം ഇങ്ങനെ കുറച്ച് ഡോട്ടുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ ഒരു ട്രീയുടെ ആ ഒരു സ്റ്റെമ്മൊക്കെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഏകദേശം ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോട്ടിലിൻ്റെ ഒരു പകുതി ഭാഗം ഉണ്ടല്ലോ, ഒരു ലൈന് കാണുന്ന രീതിയിൽ അവിടെ വരെ നമ്മൾ കറക്റ്റ് ആയിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരു സീനറിയുടേത് നമ്മൾ ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് ഈ ഒരു ഡിസൈൻ്റെ ഒരു പകുതിയിൽ നിന്ന് മേലായിട്ടുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വീതിയിൽ നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഈ ബോട്ടിലിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ബോട്ടിൽ തന്നെയുള്ള റൈറ്റിങ്സ് ഉണ്ട്, അതിങ്ങനെ പൊങ്ങി താന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം അവിടെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ചെയ്യുന്ന സമയത്ത് അത് ഇളകി പോകാതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പം നമ്മൾ കുറച്ചൊരു വീതിയിൽ വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്ലൂ ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റിലേക്ക് കുറച്ചൊരു സ്കൈ ബ്ലൂവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആക്കി എടുത്തിട്ട് ഈ ഒരു വൈറ്റിൻ്റെ മേലെ ഭാഗത്ത് നമ്മൾ ചെയ്തെടുക്കുകയാണ്. നമുക്കൊരു ആകാശത്തിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ടാണ്, ആ ഒരു കളർ തീമിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ആ ഒരു ലൈറ്റ് ബ്ലൂവും വെച്ചിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ പകുതി ഭാഗം അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വൈറ്റും ലൈറ്റ് ബ്ലൂ ഒക്കെ അടിക്കുന്നതിന് മുമ്പ് ബ്ലാക്ക് കളർ ഡിസൈൻ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് പെയിൻറ്റും കൂടെ ആയിട്ട് മിക്സ് ആയിട്ട് ആകെ വൃത്തികേടായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു ലൈറ്റ് ബ്ലൂവും വൈറ്റും കൊണ്ട് അടിച്ചു കൊടുത്തു. പക്ഷേ ആ ഒരു ബ്രഷിൻ്റെ ലൈൻസ് കാണുമ്പോൾ അത്രയ്ക്കൊരു ഭംഗി തോന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു യെല്ലോ കളറാണ് വേണ്ടത്, നല്ല ലൈറ്റ് യെല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ലൈറ്റ് യെല്ലോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റിലേക്ക് കുറച്ചൊരു ഡാർക്ക് യെല്ലോ ആണ് ഇവിടെ ഉള്ളത്, ആ ഒരു യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വൈറ്റ് പെയിൻറ്റ് ചെയ്തതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു ഡാർക്ക് യെല്ലോ ആണ്, ക്രോം യെല്ലോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് നമ്മൾ ഈ ലൈറ്റ് യെല്ലോൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു തിക്കായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടും നമ്മളിവിടെ ഒരു ലൈറ്റ് ബ്ലൂവും വൈറ്റും ലൈറ്റ് യെല്ലോ പിന്നെ അതുപോലെ ഡാർക്ക് യെല്ലോ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു മേലെ ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു 4 കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അല്ലാതെ നമ്മൾ ബോട്ടിലിൻ്റെ ഒരു ബാക്കി ഭാഗത്തൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ആ ഒരു പെയിൻറ്റ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ടൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു. ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ആ ഒരു ലൈറ്റ് യെല്ലോ ഇങ്ങനെ അത്രയ്ക്ക് എടുത്ത് കാണിക്കുന്നില്ല, ഒരു വൈറ്റുമായിട്ട് വലിയൊരു ഡിഫറൻസ് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു യെല്ലോ വെച്ചിട്ട് തന്നെ ആ ഒരു ലൈറ്റ് യെല്ലോൻ്റെ മേലെയും കൂടെ ചെയ്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ആ ഒരു യെല്ലോ കളറിന് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുത്തു.
പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് ഓറഞ്ച് കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഒരു ഓറഞ്ച് കളർ ഡാർക്കായിട്ട് താഴെ ഭാഗത്ത് ചെയ്തു. പിന്നെ ഓറഞ്ചും യെല്ലോയും കൂടെ ഇങ്ങനെ മിക്സ് ആകുന്ന രീതിയിൽ കുറച്ചും കൂടെ ആ ഒരു മേലെ ഭാഗത്ത് അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് ഓറഞ്ച് പിന്നെ യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ളത്. പിന്നെ മേലെ ആ ഒരു യെല്ലോ കളർ തന്നെ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ബാക്ക് സൈഡ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ലൊരു കളർ കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണാം. നല്ലൊരു ഭംഗിയില്ലേ കാണാൻ, നല്ലൊരു റിവേഴ്സ് ആയിട്ടുള്ള ടൈപ്പ് ഒരു ബോട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു ഡിസൈനൊക്കെ. അപ്പോൾ നമ്മൾ ഏത് ഡിസൈനാണോ വേണ്ടത് അപ്പോൾ ആദ്യം അത് വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇങ്ങനെ അത് ഫുള്ളായിട്ട് ആ ഡിസൈൻ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ 5 കളറായിട്ട് ഇങ്ങനെ പെയിൻറ്റും ചെയ്തെടുത്തു. അപ്പോൾ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതൊരിക്കലും ആ ഒരു പെയിൻറ്റൊന്നും ഇളകി പോവില്ല. ഇപ്പോൾ ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം നിറച്ചിട്ടുള്ള ഒരു പോലുള്ളൊരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ ആ ഒരു റിവേഴ്സ് തീമിലുള്ള ഒരു ബോട്ടിൽ ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം നിറച്ചിട്ടിട്ട് മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ആദ്യം ഒന്ന് വാർണിഷ് അപ്ലൈ ചെയ്യുക. കാരണം വെള്ളം തട്ടി കഴിഞ്ഞാൽ ആ ഒരു പെയിൻറ്റ് ഇളകി പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പിക്ചർ വാർണിഷാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ആ ഒരു വൈറ്റ് കളറൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വുഡ് വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു യെല്ലോയിഷ് കളറാവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 കോട്ടും കൂടെ ഒക്കെ അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബോട്ടിൽ പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ വേണമെങ്കിൽ ത്രെഡൊക്കെ ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങനെ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മളെ ബോട്ടിൽ കാണാൻ. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പിന്നെ അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ബോട്ടിലാണ്. നമുക്ക് നല്ലൊരു ഷോ പീസായിട്ടൊക്കെ വെക്കുകയും ചെയ്യാം. കാരണം നല്ലൊരു റിവേഴ്സായിട്ട് ആ ഒരു ഡിസൈനൊക്കെ ബോട്ടിൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ തന്നെ എടുക്കുക. പിന്നെ അതുപോലെ നല്ല സ്ക്വയർ ആയിട്ടുള്ള ബോട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാനായാലും ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.